എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിൻ്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, മലയാളം ഒറ്റയടിക്ക് പറഞ്ഞു വയ്യല്ല ഇന്ന് കണ്ടുപിടിക്കാൻ. മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയം. ഓക്കെ, ഹെഡ്. ഓ റിയലി? തുടർച്ചയായി 3 ടോസ് ഇവൻ. എന്താണിത്? ഇത് എന്തിന്റെ സൂചനയാണിത്? തോൽവിയുടെ സൂചന. ആരുടെ? എന്റെ അല്ല, അതിന്റെ അടുത്തത്. പക്ഷേ അടുത്തതല്ല, ഫസ്റ്റ് കീഴി നാഗ് അശ്വിൻ അടുത്തതായിട്ട് സിനിമ ചെയ്യാൻ പോകുന്നു. മഹേഷ് ബാബുവിനെ വെച്ചിട്ടായിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ കാലാവധി ഉണ്ട് കേട്ടോ. അല്ല കാലാവധി അല്ല, ടൈം ഉണ്ടെന്ന്. കാലാവധിയോ? അതായത് ആളുടെ നെക്സ്റ്റ് എന്നല്ല, ആള് മഹേഷ് ബാബുവിനെ വെച്ചിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അതെ, അത് എന്ന് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും സ്ക്രിപ്റ്റ് വർക്കൊക്കെ തുടങ്ങി എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും ഐഡിയ SSMB 29 തന്നെ അല്ലടാ അറിയാം. 29 തീരണല്ലോ. അത് കഴിഞ്ഞ ബുച്ചി ബാബു സനന്റെ സിനിമയാണ് മഹേഷ് ബാബുവിന്. ആണോ? അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നാഗോഷിന് എന്തിറക്കിയിട്ടില്ലെങ്കിലും നമുക്കൊരു വിഷയമല്ല. ഒരൊറ്റ സാധനം അത് നേരത്തെ തന്നോളൂ. അതൊന്ന് പെട്ടെന്ന് ആക്കുമായിരുന്നെങ്കിൽ വളരെ ഉപകാരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ വർഷം കാത്തിരുന്നതല്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉള്ള സിനിമയാണത്. 2026 വരുന്നല്ലേ പറഞ്ഞിരുന്നത്. 2ാം ഭാഗം വരൂലേ? അപ്പം ഇനി ഏതൊക്കെ ഇപ്പൊ പ്രഭാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അടുത്തത് മലയാളമാണ്. ടിക്കി ടാക്ക. രോഹിത് VS സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. നസ്ലനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സിനിമയുടെ ഒരു 2-3 ദിവസമായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണിത്. ഈ കിഴിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കായിരുന്നു, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എടുത്തിട്ടില്ല. അതെ, അതിപ്പോൾ കിട്ടിയതാണ്. എന്തായാലും അതായത് ആസിഫ് അലി ആളുടെ കരാട്ടെ മാസ്റ്ററിൻ്റെ കൂടെയുള്ള സ്റ്റിൽ ലൊക്കേഷനിലാണ്. അറിയാലോ, ഫൈറ്റും എല്ലാം കൊണ്ടും നിറഞ്ഞൊരു സിനിമയായിരിക്കും. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിട്ട് വരാൻ പോകുന്ന ആസിഫ് അലി ചിത്രമാണത്. ഉറപ്പാണ് എഴുതിയിട്ടോ. നസ്ലൻ ഇതിലുണ്ടോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആൾ പിന്മാറിയോ? അന്ന് ആള് അത്ര വലുപ്പമുള്ളായിരുന്നു. അതിനുശേഷമാണ് പ്രേമലു വമ്പൻ ഹിറ്റാവുന്നത്. ശേഷം നസ്ലൻ മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലുമില്ല, ആളുണ്ട്. അടുത്തത് ഇന്നലെ പോലും നമ്മൾ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തത് ഓക്കെ, മന്ദിരമൂർത്തി. ആള് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമ ആയോധി സിനിമയുടെ ഡയറക്ടർ. അതായത് മാധവനെയോ അല്ലെങ്കിൽ ലോറൻസിനെയോ വെച്ച് സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ. മാധവൻ ഓർ ലോറൻസ്. രാഘവൻ ലോറൻസ്. ഓക്കെ, മാധവനായിരിക്കും. സാധ്യത ഉണ്ട് അല്ലേ. അടുത്തത് OG. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. സുജീത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ഷെഡ്യൂൾ നടക്കുന്നത് മുംബൈയിലാണ്. ഈ ഷെഡ്യൂളിൽ ഇമ്രാൻ ഹാഷ്മി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ വന്നു, വൈകുന്നേരം കാണാനില്ല എന്നാണ് കേട്ടത്. അതായത് എന്ത് പറ്റി? പനിച്ചു. ഡെങ്കി പോസിറ്റീവായിട്ടുണ്ട്. അവിടെ ഡെങ്കി ആണെങ്കിൽ ഇവിടെ കോവിഡ് ആണ്. അതായത് ഇമ്രാൻ ഹാഷ്മിനെ പോലും ഡെങ്കിപ്പനി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇമ്രാൻ ഹാഷ്മി എന്ന മനുഷ്യനല്ലേ? അല്ലേ, പൈസക്കാരനല്ലേ? എവിടുന്ന് കൊതുകടിക്കാനാണ്? ലൊക്കേഷനിൽ നിന്ന് വല്ലതും കടിച്ചായിരിക്കും ഇവിടെ. ലൊക്കേഷനിൽ പൈസക്കാരനും പൈസ കുറവൊന്നുമില്ലല്ലോ. കൊതുകിന് അങ്ങനല്ല, ലൊക്കേഷനിൽ മാത്രല്ല, എവിടെയില്ല. കൊതുകിന് ആരെ കിട്ടിയാലും കടിക്കും. പിന്നെ അല്ല, അതത്രേ ഉള്ളൂ. പക്ഷെ കൊതുക് കടിക്കാൻ കിട്ടണം. അടുത്തത് സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. കാജൾ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. വിശാൽ സൂര്യയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. കാജളല്ല, കാജോളിനെ പറയുമ്പോൾ ഞാൻ കാജളിനെ ഓർക്കും, കാജൽ അഗർവാളിനെ. 10-15 വർഷം മുന്നേ കാജോൾ എന്ന് പറഞ്ഞാൽ കാജോളിനെ തന്നെയല്ലേ നീ ഓർക്കുണ്ടായിരുന്നുള്ളൂ? അങ്ങനെയല്ല, കാജോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാജോൾ, അതിന് വേറെ ആളില്ല. പക്ഷെ കാജൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാജൽ. ശരിടാ, കഴിഞ്ഞ കീഴിലും ഞാൻ കാജൽ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിച്ചു പോയതാണ്. അത് അങ്ങനെ ശീലിച്ചവരുണ്ട്. ഓക്കെ, അടുത്തത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ കാസ്റ്റ് മെമ്പേഴ്സ്, ക്രൂ മെമ്പേഴ്സൊക്കെ പാടെ കൂടിയിട്ട് ഒരു ഡിന്നർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബഹ്റൈനിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റീൽസ് ഉണ്ട്, ഒന്ന് കാണാം. അല്ലെങ്കിലും മറ്റുള്ളവർ തിന്നുന്ന കണ്ടിട്ട് കഴിക്കുക, അല്ലാതൊന്നും നടക്കൂല. എനിക്ക് ഈ ഫുഡിനെ കുറിച്ച് കാണുമ്പോഴേ എനിക്ക് എപ്പോഴും ചോദിക്കാൻ തോന്നിയൊരു ചോദ്യമുണ്ട്. അതായത് മലയാളത്തിലെ ഏതോ ഒരു സിനിമയിലെ ഏറ്റവും വലിയൊരു ഹിറ്റായ ഒരു ഡയലോഗാണ്, ഇതൊന്നും കാണാതെ നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ദൈവം ചോദിക്കുമെന്ന് പറയുന്നൊരു ഡയലോഗില്ലേ? അങ്ങനെ സംഭവമല്ലേ? ശരിക്കും അതൊരു തെറ്റായ ചോദ്യമാണ്, അല്ല തെറ്റായ ഒരു പ്രസ്താവനയാണത്. അതായത്
നമുക്ക് ഈ ലോകത്ത് എല്ലാം കിട്ടിയവർ പോലും ഈ ലോകത്ത് എല്ലാം കാണുന്നില്ല, എല്ലാം അനുഭവിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഫുഡ്. നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നമ്മളിവിടെ ജനിച്ചത് കൊണ്ട് നമ്മൾ ഇവിടെ ഉള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഷെയ്നികൾ ലെവലിൽ പോകുന്ന സംശയമുണ്ട്. വേറെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പോന്നോട്ടെ. മഷ്റൂം ഇവനെ ഏതാ അടിച്ചേന്ന് ലൈന അപ്പുറത്ത് ചിരിക്കുന്നു. കൊറേ എന്നെ നോക്കിയതല്ലേ, ഇപ്പൊ നിന്റെ അവസ്ഥ ഉണ്ടോ? അല്ലേ അപ്പേ ഈ ഫുഡ് എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്ത ആൾക്കാരില്ല. അതൊരിക്കലും ഉണ്ടാവൂല. അപ്പോൾ നമ്മളെന്തായാലും മരിച്ചു തന്നിട്ട് ദൈവം ഒരിക്കലും ആ ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല. എന്തിന്? അവിടെ ചെങ്ങ 7 പുഴ പാലൊഴുകുന്ന പുഴ, തേനൊഴുകുന്ന പുഴ. ഇപ്പൊ കറക്റ്റ് ചെയ്യണം മഷ്റൂം. അപ്പൊ എനിക്കൊരു ചോദ്യം, ഈ പുഴയിലൂടെ ഇങ്ങനെ തേനും പാലും ഒഴുകുമ്പോഴേ ഇത് പിടിക്കില്ലേ? പായലൊക്കെ പിടിക്കൂലേ? അല്ല, അത് വെള്ളത്തിന് മാത്രമേ പിടിക്കുള്ളൂ. പായല് തേനിലും പാലിലൊന്നും ക്ലാവ് പിടിക്കൂല. പക്ഷെ ക്ലാവ് അല്ല, പായല് പിടിക്കൂല. അതെന്ത് വർത്താനാ? കൊറേ നേരം ഇപ്പൊ ഒരു കുപ്പിയില് കൊറേ ദിവസം തൈരാവുള്ളൂ. പാലല്ല, മറ്റേ ഇത് വെച്ചോ, തേൻ വെച്ചാലോ? തേൻ വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ടേസ്റ്റ് കൂടുള്ളൂ. അല്ല, പാട് വരും. തേനോ? ഞാൻ ഇന്ന് നീ പോകുമ്പോ കാണിച്ചു തന്നിട്ട് വിടുന്നുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. പാടുള്ള കുപ്പിയോടെ, അതായത് ഒരു കട്ടായി ഒരു ഇത് വരുന്നല്ലേ ഉള്ളൂ. പാട് വരും. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം വരില്ലല്ലോ. ടേസ്റ്റിന്റെ അല്ലല്ലോ ഇവിടെ പറഞ്ഞത്. അല്ല ഇത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പൊ പാലാണെങ്കിൽ തൈരാവൂലേ? നീ പറഞ്ഞു വന്നതവിടെ നിക്കട്ടെ. നീ ആദ്യം പറഞ്ഞ കാര്യം ഇപ്പൊ കൺഫേം ചെയ്യും. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇതല്ല, ആദ്യം പറഞ്ഞില്ല മഷ്റൂമിന്റെ കാര്യം. മഷ്റൂം 2 പേർക്കും ഓരോന്ന് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും കൊള്ളാം. എന്ത് പറഞ്ഞോണ്ട് വന്നാ അതിനെ കുറിച്ച് പറഞ്ഞോ? ഫുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ചോദ്യം, അങ്ങനെ ഒരു ഡയലോഗ് ഇല്ലേ, അത് ഒരിക്കലും ശരിയല്ല. അത് ഒരിക്കലും ആ ഡയലോഗ് നമ്മള് ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. സത്യം. കാരണം ഇല്ല, നമ്മളിപ്പോ ഒരു ഏതാണ്ട് ഇന്ത്യ മൊത്തം കവർ ചെയ്തു കരുത്. ഞാൻ കാണാതെ ഒരു മഷ്റൂം കഴിച്ചോന്നൊരു സംശയം. അല്ല, ഏതാണ്ട് ഇന്ത്യ മൊത്തം കവർ ചെയ്തു, അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ള ആരൊക്കെയോ എവിടെയൊക്കെ കുറച്ച് ഇടങ്ങളിലൊക്കെ ഒന്ന് കവർ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞാലും ബാക്കി ഒരുപാടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കാം. 12 മാസങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന നമ്മുടെ നാട്ടില് നമ്മള് പറയുന്നു നമ്മുടെ ഇവിടുത്തെ ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെന്ന്. നമ്മള് പോലും ശരിക്കും നമ്മുടെ നാട്ടിലെ ശരിക്കുള്ള ഫുഡുകളും അല്ലെങ്കിൽ പണ്ട് മുതലുള്ള സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അതിന് ഉദാഹരണം വേറെ ഒന്നും പറയാം. ചിക്കൻ കറി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷെ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് ചിക്കൻ. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണുണ്ടോ? അപ്പോഴേ കറക്റ്റ് സാധനം കിട്ടുള്ളൂ. മഷ്റൂമിന്റെ ഉണ്ടെന്നില്ലേ? എന്തായാലും കാര്യം 3ാമത്തെ പ്രാവശ്യം കേട്ടോ അടുത്ത കിഴി. ഹോംബാലെ ഫിലിംസ് നെക്സ്റ്റ്. പൊളി. ഹൃതിക് റോഷൻ നായകനാവുന്നു. ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സോഷ്യൽ മീഡിയ റൂമറുകൾ പ്രകാരം പൃഥ്വിരാജ് ആയിരിക്കും ഇത് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഹോംബാലെ ആയതുകൊണ്ട് അങ്ങോട്ട് തള്ളിക്കളയാനും പറ്റുന്നില്ല. ഇത് റൂമർ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെ അതിന്റെ കൂടെ അങ്ങ് പോവാം. ആയിക്കോട്ടെ. എന്നാണെങ്കിലും നമ്മുടെ ഒരു മലയാളി അവിടെ പോയിട്ട് ഹൃതിക് റോഷൻ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ റിപ്പോർട്ട് ചില്ലറ കാര്യമാണ്. പിന്നെ എന്തായാലും ഹോംബാലെ ഫിലിംസ് ചെറിയ കാര്യം തന്നെ വിളിക്കുന്നത്. ഒന്ന് യഷ് പ്രഭാസിന്റെ സിനിമ ഉണ്ട്, ഇപ്പൊ ഹൃതിക് റോഷന്റെ സിനിമ ഉണ്ട്. എന്റർടൈൻമെന്റ് കിഴിയായിട്ട് ബന്ധമുണ്ട്, ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഞങ്ങളുടെ വീഡിയോന്റെ അടിയിലൊക്കെ വന്ന് ഹോംബാലെ ഫിലിംസ് കമന്റ്സ് ഇടാന്ന് പറഞ്ഞാൽ ആ ബന്ധം നിങ്ങളൊന്ന് ആലോചിച്ചോ. അപ്പൊ ആ ബന്ധം കൊണ്ട് പറയാണ് ഈ സിനിമ പൃഥ്വിരാജ് ആയിരിക്കും ഡയറക്ട് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ്, അത് നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങള് ഹോംബാലെ ഫിലിംസിനെ ബുദ്ധിമുട്ടിക്കാറില്ല, നേരിട്ട് ചോദിക്കാറില്ല. അതെ, നമ്മള് അപ്ഡേറ്റ്സ് വരുമ്പോ എടുക്കുന്നല്ല. അടുത്തത് ചത്താ പച്ച. ഈ ചത്താ പച്ച എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒന്നെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ തീരുക എന്നുള്ളൊരു ഡു ഓർ ഡൈ എന്ന് പറഞ്ഞൊരു രീതിയിലുള്ള ഒരു പ്രയോഗമാണെന്ന് പറഞ്ഞത്. അതായത് കൊച്ചിയിലുള്ള ഒരു പ്രയോഗമാണല്ലോ. ഓക്കെ, എന്തായാലും സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് മുജീബ് മജീദ്. ഓക്കെ, അദ്വൈത് നായരാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിൽ അർജുന അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, പിന്നെ കുറേ പേരുണ്ട്. പിന്നെ മാർക്കോലി കൊല്ലപ്പെടുന്ന പയ്യന്റെ പേരെന്താ? ഇഷാൻ കിഷനോ? അത് നമ്മുടെ മുംബൈയിൽ നിന്ന് പോയ ക്രിക്കറ്റ് പ്ലെയർ ഇഷാൻ കിഷൻ. സത്യം. നീ മലയാളം 2 എടുത്തു.
അടുത്ത് പോരട്ടെ. കാട്ടാളൻ എടുത്തു വെച്ചോണ്ട് തന്നെ ചോദിച്ചത്. അല്ല അഹങ്കാരമല്ല, ഞാനിത് പിടിച്ച് കൂടെ എത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. കാട്ടാളൻ സിനിമയില് പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് സുനിൽ ദാസ് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റണ്ട് ഓങ് ബാക്കിന്റെ അതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ, ആളുടെ പേരെന്താ? പേരാണ് കച്ച കഫ്കട്ടെ. കഫകട്ടോ കച്ച കഫ്കട്ടെ അങ്ങനെ അതന്നെയാണ് കഫക്കെട്ടുന്നല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് പേരെന്ന് തോന്നുന്നു, വായിച്ചെടുക്കാൻ പറ്റണ്ടേ. എന്താണെങ്കിലും പോൾ ജോർജ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഷെരീഫ് മുഹമ്മദ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ അതാണ് ഇതാണ് ആവശ്യം. അതാണ് ക്വാളിറ്റിയിലായിരിക്കും കാട്ടാളം വരിക. ആവശ്യം, അതായത് ഒരു ഡയറക്ടറുമായിട്ട് ഓക്കെ ആയി, ആ ഡയറക്ടർക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം ക്ലിയർ കട്ടായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറെ കിട്ടണം. അടുത്ത കിഴി ഇന്നസെന്റിന്റെ ഡയറക്ടർ അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമയാണ് മാസൈ വാരിയർ. ഇന്നലെ നമ്മൾ ആ ക്യാരക്ടറാണെന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ, തെറ്റാണ്. ഇന്നസെന്റ് സിനിമയിലെ ക്യാരക്ടർ കിളിപ്പോൾ ചെയ്യുന്ന കഥാപാത്രമാണെന്നുള്ളതാണ് ഞങ്ങൾ കരുതിയത്. അങ്ങനെയല്ല, ഇത് മറ്റൊരു സിനിമയാണ്. കിളിപ്പോളാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അതായത് ആളുടെ ജീവിത കഥയാണ് ഇതിൽ സ്റ്റോറി ആവുന്നത് കേട്ടോ. ഈ സിനിമ കൊള്ളാം. ടാൻസാനിയ. ഓക്കെ, അടുത്തത് ഏതാ 3-1? നീ 2 ആയില്ലായിരുന്നു? ആയിരുന്നു. എനിക്കറിഞ്ഞൂടാ. മലയാളമായിരിക്കും പിന്നല്ലാണ്ട്. ഓക്കെ, ഇനി മലയാളത്തിൽ തന്നെ കിടക്കട്ടെ. 3-1 അല്ല, ഇതൊന്നും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അടുത്ത അഹങ്കാരം. ഓടും കുതിര ചാടും കുതിര സിനിമയില് കല്യാണി പ്രിയദർശനാണ് നായികയായിട്ട് എത്തിയിട്ടുള്ളത്. ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ പറ്റും, ഇതുവരെ ആള് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയില് ക്രേസിയസ്റ്റ് സിനിമ ഓടും കുതിര ചാടും കുതിര ആയിരിക്കും. സംഭവം നമുക്ക് ഭ്രാന്ത് പിടിക്കായിരുന്നു. അതെ, ക്രേസി സംഭവം. ആൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അത് അങ്ങനത്തെ ഒരു പടം തന്നെ. അൽത്താഫല്ലേ, നന്നായിട്ട് വരട്ടെ. പിന്നെ ഓക്കെ, അടുത്ത കിഴി രാമായണ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഈ യഷിന്റെ ഒക്കെ ലുക്ക്, രാമായണത്തിലേ രാവണനായിട്ട് ഇങ്ങനെ യശ് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. യശിനോടാണ് ഫുള്ള് ഇഷ്ടം. രാമനൊക്കെ മാറിക്കളത്. അതായത് രാവണൻ ആരായതുകൊണ്ട്, യശായതുകൊണ്ട് തീർച്ചയായിട്ടും. പിന്നെ രൺബീർ കപൂർ ആണ് രാമൻ എന്നുള്ളത് കൊണ്ട് അങ്ങോട്ടും ചെറിയൊരു താല്പര്യമുണ്ട്. പിന്നെ നമ്മുടെ മുത്തുമണി ഉള്ളത് കൊണ്ട് ഫുള്ള് അങ്ങോട്ട് പോയി. അവിടെയാണ് പ്രശ്നം. താല്പര്യം തോന്നൂല, ഒരിക്കലും തോന്നൂല. എന്താണെങ്കിലും ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഗൈനോറി പിന്നെ യശു ഒരുമിച്ചുള്ള ഫോട്ടോ ആണ്. ലേറ്റസ്റ്റ് ആണ്. പുറത്തുനിന്ന് വന്നിരിക്കുന്ന മാസ്റ്റർ ആണ് കേട്ടോ. അല്ലേ, പ്രൊഡക്ഷനിലേ നമ്മുടെ യശ് ഉണ്ട്. അത് ഒരു സംഖ്യയല്ലേ മുടക്ക്. ആദ്യം പറഞ്ഞാൽ അതൊന്ന് പിന്നെയും കൂടി ഒരു അതെന്തായാലും ഉറപ്പാണ്. ഇതൊക്കെ ഫുള്ളായിട്ട് വരുമ്പോഴേക്കും. അടുത്തത് ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക. അപ്പൊ 3-3 വീണ്ടും സമനില. അത് മാസൈ വാരിയർ മലയാളമാണെങ്കിൽ, അല്ലെങ്കിൽ 2-3 അല്ലെങ്കിൽ ഞാൻ ജയിച്ചു. മാസൈ വാരിയർ മലയാളം അല്ല, അത് അവര് തീരുമാനിക്കും. എന്താണെങ്കിലും മമ്മൂക്കേന്റെയും ലാലേട്ടന്റെയും പുതിയ സ്റ്റില്ലുകൾ വന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെത് ലേറ്റസ്റ്റ് ആണ്. കിടിലൻ ലുക്ക്, അടിപൊളി. മമ്മൂക്കേണ്ടത് ലുക്ക് കിടിലനാണ്, പക്ഷെ ലേറ്റസ്റ്റ് അല്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ലേറ്റസ്റ്റ് ആണ്. കുറെ ഇവരിപ്പം കുറച്ചായിട്ട് ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് പുറത്തു വിടുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവരും വിചാരം ഇത് പുതിയതാണ് എന്നുള്ളതാണ്. തെറ്റിദ്ധാരണയാണ്. ഏതാണ്ട് വന്നതെല്ലാം പഴയത് തന്നെയാണ്. വന്നിട്ടുള്ള പുതിയത് ജോർജേട്ടൻ ഷെയർ ചെയ്തൊരു പിക്ക് ഉണ്ടായിരുന്നു. അതായത് ക്യാമറ പിടിച്ച് കടലിലേക്ക് സൂം ചെയ്തിട്ടുള്ള, ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റിൽ എടുക്കുന്നതായിട്ടുള്ള, അതാണ് ലേറ്റസ്റ്റ്. അത് മാത്രമാണ് ലേറ്റസ്റ്റ്. എന്താണെങ്കിലും എന്താ കഴിഞ്ഞില്ലേ? എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വ്യത്യാസം ഇവിടെ കാണാനും ഉണ്ട്. ചളി വാരി അറിയാതെ ഇല്ല. ഒരു 5 മിനിറ്റ് മുതൽ ഒരു 8-9 മിനിറ്റ് വരെയുള്ള ഈ വീഡിയോയില് അതുകൊണ്ട് അവിടെ ചളിയല്ല, മഷ്റൂമിന്റെ എഫക്ട് നന്നായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല.
അപ്പൊ എന്തായാലും bye. ബൈ.